തിരുവനന്തപുരം ശാസ്തമംഗലത്തെ എം.എൽ.എ. ഓഫീസ് വിവാദത്തിൽ കക്ഷി ചേർന്ന കോൺഗ്രസ്. വി.കെ. പ്രശാന്ത് ശാസ്തമംഗലത്തെ എം.എൽ.എ. ഓഫീസ് ഒഴിയണമെന്ന് കോൺഗ്രസ് കൌൺസിലർ കെ.എസ്. ശബരീനാഥൻ ആവശ്യപ്പെട്ടു. ബി.ജെ.പിക്ക് കുടപിടിക്കുകയാണ് കോൺഗ്രസ് നേതാക്കളെന്ന് വി.കെ. പ്രശാന്ത് എം.എൽ.എ. കുറ്റപ്പെടുത്തി. വാടക കരാർ പരിശോധിച്ച് നടപടി എന്നായിരുന്നു മേയർ വി. രാജേഷിന്റെ പ്രതികരണം. കോർപ്പറേഷൻ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന എം.എൽ.എ. ഓഫീസ് അവകാശ തർക്കത്തിൽ നിയമപരമായി നീങ്ങുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. നഗരഹൃദയത്തിൽ ശാസ്തമംഗലത്ത് 300 സ്ക്വയർ ഫീറ്റ് കെട്ടിടത്തിൽ 832 രൂപയ്ക്കാണ് വി.കെ. പ്രശാന്തിന് വാടകയ്ക്ക് നൽകിയത്. വാടകയ്ക്ക് നൽകിയ തീരുമാനം റദ്ദാക്കാൻ കൌൺസിലിന് അധികാരമുണ്ടെന്നിരിക്കെ നിയമപരമായ സാധ്യതകൾ പരിശോധിക്കും. തുച്ഛമായ വാടക കരാർ പുതുക്കി നിശ്ചയിച്ചേക്കും. വി.കെ. പ്രശാന്ത് ഓഫീസ് ഒഴിയണോയെന്ന രേഖകൾ പരിശോധിച്ച ശേഷം പറയാമെന്ന് മേയർ വി. രാജേഷ്. ഞാൻ ആ വാടക കരാർ പരിശോധിച്ചതിന് ശേഷം, അതായത് ആ കരാർ കൊണ്ട് കോപ്പി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ കരാർ, ആ രേഖകൾ പരിശോധിച്ചതിന് ശേഷം അതിന്റെ മറുപടി. രാഷ്ട്രീയ പാർട്ടിയുടെ ചുമതലയിൽ ഇരുന്ന് മറുപടി പറയുന്നത് പോലെ രേഖകൾ പരിശോധിക്കാതെ ഒരു ഔദ്യോഗിക സ്ഥാനത്ത് മറുപടി പറയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ രേഖകൾ പരിശോധിക്കണം, സെക്രട്ടറിയുമായി സംസാരിക്കണം. വിവാദം ചൂടുപിടിക്കുന്നതിനിടെ എം.എൽ.എ. വി.കെ. പ്രശാന്തിനെ വിമർശിച്ച് മുൻ എം.എൽ.എയും കൌൺസിലറുമായ കെ.എസ്. ശബരീനാഥനും രംഗത്തെത്തി. പക്ഷേ എനിക്ക് പറയാനുള്ള, അദ്ദേഹത്തിന് നല്ലൊരു ഓഫീസ് എം.എൽ.എ. ഹോസ്റ്റൽ അദ്ദേഹം തന്നെ പ്രതിനിധാനം ചെയ്യുന്ന വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ കുന്നുകുഴിയിൽ 31-32 റൂമിൽ 2 റൂം അലോട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അങ്ങോട്ട് മാറി ഈ പ്രശ്നം പരിഹരിക്കുന്നുള്ളതാണ്. ശ്രീലേഖ മാഡമാണോ വേറെ ആണോ എന്നൊരു വിഷയമല്ല. എന്നാൽ കൌൺസിലർ എം.എൽ.എ. വിഷയത്തിൽ ഇടപെടാനില്ലെന്ന നിലപാടായിരുന്നു കെ. മുരളീധരന്റേത്. ഞാൻ 8 വർഷം ഉപയോഗിച്ച എം.എൽ.എ. ക്വാർട്ടേഴ്സിലെ എൻ്റെ മുറിയാണ്. എം.എൽ.എ. ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും ഒരു സെൻട്രൽ പോയിന്റാണ്. അതുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനത്തെ ഒരു ഓഫീസിൻ്റെ ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ അദ്ദേഹത്തിന് ഇഷ്ടമാണ്, ഇതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണല്ലോ. എൻ്റെ അതേ ഇഷ്ടം തന്നെ മറ്റുള്ളവരും ഫോളോ അപ്പ് ചെയ്യണമെന്ന് പറയാൻ എനിക്ക് കഴിയില്ല. കൌൺസിലർ ആർ. ശ്രീലേഖയുടെ നടപടി അല്പത്തരമെന്ന് മന്ത്രി ജി.ആർ. അനിൽ കുറ്റപ്പെടുത്തി. ആർ. ശ്രീലേഖയ്ക്കെതിരെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും രംഗത്തെത്തി. അവകാശ തർക്കത്തിൽ കരാർ കാലാവധി കഴിയും വരെ കെട്ടിടം ഒഴിയില്ലെന്ന നിലപാടിലാണ് വി.കെ. പ്രശാന്ത്. എം.എൽ.എയുടെ ഓഫീസ് ഒരു വ്യാപാര സ്ഥാപനമല്ല, അത് ജനങ്ങൾക്ക് വരാനും ജനപ്രതിനിധികളെ കാണാനുമുള്ള സൗകര്യമാണ്. അപ്പം ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മാർച്ച് 31 വരെ ഞങ്ങൾക്ക് സമയമുണ്ട്. അതുവരെ നിയമപരമായി അവർ തുടരാനുള്ള കാര്യമുണ്ട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.